ഡേ ഓഫായിരുന്നു. ആക്ച്വലി കമ്പൽസറി ആയിട്ട് ഞാനൊരു ഓഫ് ഡേ എടുത്ത ദിവസമാണ്. ഇന്ന് ശരിക്കും വർക്കിംഗ് ആയിരുന്നു. ബിക്കോസ് എനിക്കൊരു ഒരു സ്ലോ ഡേ വേണം എന്നെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ രാവിലെ ഞാൻ സ്ക്രാമ്പിൾഡ് എഗ് വിത്ത് സം കോട്ടേജ് ചീസും ഗാർലിക് ബ്രെഡുമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. അത് രാവിലെ വൈകി എഴുന്നേറ്റ് റിലാക്സ് ചെയ്തിരുന്ന് ഭക്ഷണം ഉണ്ടാക്കിയതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞതാ നമ്മൾ നെയ്യാക്രയിൽ പോവാം എന്നും പറഞ്ഞുകൊണ്ട് റെഡിയായി. അപ്പം തന്നെ ഇറങ്ങി. നല്ലൊരു സ്നോ ഡേ ആയിരുന്നു ഇന്ന്. -15 ഒക്കെ ആയിരുന്നു ടെമ്പറേച്ചർ. ഒക്കെ പോകുന്ന വഴിക്ക് നമ്മൾ ഹൈവേയിൽ കണ്ട ഒരു കാഴ്ചയാണ്. ഒരു കാറിന് തീ പിടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ആകെ ഷോക്കിംഗ് ആയിപ്പോയി. കാരണം ഞാൻ ഈ ഫിലിമിലൊക്കെയാണ് ഇങ്ങനത്തെ ഒരു സീൻ കണ്ടിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ നേരിട്ട് കാണുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ നാഗ്രയിലെത്തി. ഒരു കോഫിയൊക്കെ വാങ്ങിച്ച് കുഴച്ച് നമ്മൾ ഫാൾസിലോട്ട് നടക്കുവാണ്. ഇതാ സ്നോയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അങ്ങനെ ഫൈനൽ നമ്മൾ നടന്നതാ നയാഗ്ര ഫാൾസിലെത്തി. ഫാൾസിനെ പറ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ US-ൻ്റെയും കാനഡയുടെ ഒക്കെ ബൗണ്ടറിയിലുള്ളൊരു മാസ്റ്റർ പീസാണ് നയാഗ്ര ഫാൾസ്. എന്താ പറയുക, നമ്മൾ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകുന്നൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. എനിക്ക് തോന്നി ഇതെൻ്റെ 8th or 9th ടൈമാണ് ഞാൻ നയാഗ്രയിൽ വരുന്നത്. പക്ഷെ എത്ര വന്നാലും മടുക്കില്ല കേട്ടോ. നയാഗ്രയിൽ പോകുന്ന പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ് ഈ വാട്ടർഫാൾസൊക്കെ കാണാനായിട്ട്. സ്നോ പെയ്യുന്നതിൻ്റെ ഇടയിൽ ഇപ്പോഴത്തെ വ്യൂ വളരെ ഡിഫറെൻ്റ് ആട്ടോ. സമ്മറിൽ കാണുന്നതും ഇപ്പോൾ ഈ വിൻ്ററിൽ കാണുന്നതും എൻറ്റയർലി ഡിഫറെൻ്റാണ്. രണ്ടിനും അതിൻ്റേതായൊരു ഭംഗിയുണ്ടെന്ന് തന്നെ പറയാം. ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഫുള്ളൊരു വൈറ്റിഷ് ആയിട്ടുള്ളൊരു നയാഗ്ര ഫാൾസാണ്. പോകുന്നത് എൻ്റെ ബ്രദറും എൻ്റെ അമ്മയാണ്. എൻ്റെ പോകുന്നു. പിന്നെ അമ്മയ്ക്കായിട്ട് വീഡിയോ എടുത്ത് സംസാരിച്ച് എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങൾ നടന്നു. ഇത് കുറച്ചുകൂടിയും ഫാൾസിൻ്റെ അടുത്തെത്തിയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അവിടെ താഴെയെല്ലാം ആ ചെടികളെല്ലാം ശരിക്കും ഫ്രോസൺ ആയിട്ട് അതിൽ ഐസായിട്ടാണത് ഇരിക്കുന്നത്. അതിൻ്റെ അച്ഛനാണ് വളർന്നു വരുന്നത്. പിന്നെ ഞാനും കുറേ വീഡിയോസൊക്കെ എടുത്തു. എന്തായാലും ഇത്ര ദൂരം പോകുന്നതല്ലേ, അപ്പോൾ പിന്നെ വെറുതെ ആവരുതല്ലോ. നമ്മുടെ മെമ്മറീസിനും എല്ലാത്തിനും വേണ്ടി കുറേ ഫോട്ടോസും വീഡിയോസും കുറേ നേരം അവിടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു. അവിടെ തന്നെ കുറച്ചപ്പുറം മാറിയിട്ടുള്ളൊരു ഏരിയയിലാണ് ഈ ഡൈനോസേഴ്സിൻ്റെ ഒക്കെ പിന്നെ